ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സാഫ്രോൺ ഫേഷ്യലാണ്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ. അപ്പോൾ ഇത് സ്കിന്നിന് നല്ല നിറം കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഡള്ളായിട്ടും ഒത്തിരി ടയർഡായിട്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയൊക്കെ കൊടുക്കുന്ന ഒരു ഫേഷ്യലാണ്. പിന്നെ ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മുഖം ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം മുഖത്തൊരു ഹെർബൽ ക്ലെൻസിങ് ലോഷൻ ഉപയോഗിച്ചിട്ട് മുഖത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് വേണം ഈ ലോഷൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്യണം. അതിനുശേഷം കോട്ടൺ ഉപയോഗിച്ചിട്ട് ലോഷൻ നന്നായിട്ട് തുടച്ച് മാറ്റണം. അപ്പോൾ മുഖത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോകും. ഇനി സാഫ്രോൺ ക്രീം ഉപയോഗിച്ചിട്ട് ഒരു 15 മിനിറ്റ് മസാജ് കൊടുക്കാൻ പോവാണ്. ഫേസ് മസാജ് ചെയ്യുന്ന പോലെ തന്നെ നെക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടൊരു വൈബ്രേറ്ററി മസാജ് കൊടുക്കുകയാണ്, ഒരു 2-3 മിനിറ്റ്. ഈ ക്രീം ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടച്ച് മാറ്റും. അടുത്തതായിട്ടൊരു സാഫ്രോൺ പൗഡർ പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിൻ്റെ നെക്കിലും ഇടുവാണ്. ഇനി ഒരു 5 മിനിറ്റ് ഗാൽവാനിക് മസാജ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗാൽവാനിക് മസാജ് കൊടുക്കുമ്പം ഈ ഇതിൻ്റെ സാഫ്രോണിൻ്റെ അതിലുള്ള ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെ സ്കിന്നിന് കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് ഈ പാക്ക് ഉണങ്ങാൻ വെക്കണം. പാക്ക് തുടച്ച് മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു സ്ക്രബ് ഇടാൻ പോകണം. ഒരു 2-3 മിനിറ്റ് ആ സ്ക്രബ് ഇട്ടിട്ട് സ്ക്രബ് ചെയ്യണം. വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലുള്ള ഭാഗത്ത് വേണം നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട്, മൂക്കിൻ്റെ സൈഡ്സിലും താടിയിലും ഒക്കെ. ഇനി ഇത് തുടച്ച് മാറ്റിയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എടുക്കാൻ പോകുന്നു. ഇനി ഐസ് ഉപയോഗിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഞാൻ സാഫ്രോൺ പാക്ക് ഇടാൻ പോവുകയാണ്. ഈ പാക്ക് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടിനും ഡിസ്കളറേഷനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല നിറം കിട്ടാനൊക്കെ നല്ലൊരു പാക്കാണ്. 20 മിനിറ്റ് കഴിയുമ്പം ഈ പാക്ക് തുടച്ച് മാറ്റാം. അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഇട്ട് വേണം പുറത്ത് വിടാനായിട്ട്. ഈ ഫേഷ്യൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ്. നല്ല കളറൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. എൻഗേജ്മെൻറ്റിനൊക്കെ മുമ്പ് ബ്രൈഡിനും ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫേഷ്യലാണ്.